ഹായ് ഫ്രണ്ട്സ്, ഹോട്ടൽസ് ഭ്രാന്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊരു സൂപ്പർ ഡീൽ കിട്ടി. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഒരാൾ അയാളുടെ ഫുൾ ഡൈകാസ്റ്റ് കാസിൻ്റെ കളക്ഷൻ വിൽക്കാനിട്ടേക്കാണ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റായി എടുക്കാൻ പോവാണ്. എടുത്ത് കഴിയുമ്പോൾ എല്ലാ വണ്ടികളും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ സാധനം കിട്ടി. അപ്പോൾ പുള്ളിയാണ് നമുക്ക് സാധനം തന്നത്. യെസ്, ഈ കവറ് നിറച്ച് ഡൈകാസ്റ്റ് കാസാണ്. പുള്ളി പറഞ്ഞത് 30 ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ വീട്ടിൽ ചെന്ന് ഓരോന്നോരോന്നെടുത്ത് പുറത്തോട്ട് എടുക്കാം. ഇതിപ്പോൾ എല്ലാം റാപ്പ് ചെയ്തേക്കണ കാരണം ഇപ്പം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം സ്ക്രാച്ച് ആവും. ഓക്കെ ഗൈസ്, ബാക്ക് ടു സ്റ്റുഡിയോ. മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോലെ കവർ നിറച്ച് കാറുകളായിട്ട് ഞാൻ വീട്ടിലെത്തി. ഇനി നമുക്ക് ഈ കളക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആ ഫോട്ടോയിൽ ഞാൻ വണ്ടികളൊക്കെ കണ്ടെങ്കിലും ചെറുതായിരുന്നു, കാരണം ക്ലിയർ ആയിരുന്നില്ല. ആദ്യമായി യെസ്, മെർസിഡീസ് ആണ്. മെർസിഡീസ് സി ക്ലാസ് C63 MG എന്ന് തോന്നുന്നു. യെസ്, C63 MG ആണ്. വെല്ലി എന്ന് പറഞ്ഞ ബ്രാൻഡാണിത്. സ്കെയിൽ എത്രയാണെന്ന് ഇതിൽ എഴുതിയിട്ടില്ല. ഇതിലും പുൾ ബാക്കാണ്, ഡോറ് തുറക്കാൻ പറ്റും. ഓക്കെ, C63 MG. അടുത്തത് WRX ആണല്ലോ, മോനെ പൊളി. ബ്ലൂ WRX, ഡോർ തുറക്കാൻ പറ്റും, പുൾ ബാക്കാണ്. ഇതും ആ സെയിം ബ്രാൻഡ് തന്നെയാണ്, WRX STI. അടുത്തത് ഓക്കെ, Audi R8, ഗ്രേ കളർ Audi R8. ഇത് ആ ബ്രാൻഡാണ്, ഇത് വേറെ ബ്രാൻഡാണ്, കിങ് സ്മാർട്ട് എന്ന് പറഞ്ഞ്. ഓക്കെ, ഗ്രേ കളർ Audi R8. ഇതും ഡോർ തുറക്കാൻ പറ്റും. യെസ്, ഫുൾ ബാക്കാണ്. യെസ്, ഫുൾ ബാക്കാണ്. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? ഭാഗ്യവാൻ. SUV ആണ്. യെസ്, ദിസ് ഇസ് ദ റേഞ്ച് റോവർ ലാൻഡ് റോവർ ആണ്, റേഞ്ച് റോവർ ആണ്, റേഞ്ച് റോവർ സ്പോർട്ട്. ഇതും കിങ് സ്മാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 1:38 സ്കെയിൽ, പുൾ ബാക്കാണ്. യെസ്, ഓൾസോ ഡോർ തുറക്കാം. കൊള്ളാം. അടുത്തത് ഡബിൾ പാക്കാണ്. എനിക്ക് വേണോ റാപ്പ് തീർന്നപ്പോൾ ഒരുമിച്ച് വെച്ചെന്നാണോ. ഓക്കെ, ആദ്യം ഈ ക്ലാസ് E63 MG. നമുക്ക് C63 MGയും കിട്ടി, E63 MGയും കിട്ടി. ഇനി S63 കിട്ടാൻ നോക്കാം. ഇതിൻ്റെ ഫുൾ ബാക്കിന് നല്ല പവർ ഉണ്ടല്ലോ, കൊള്ളാം. ഇതിൻ്റെയും ഡോറ് തുറക്കാം, സൺറൂഫൊക്കെ ഉണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ കൊള്ളാം. അടുത്തത് യെസ്, അതിൽ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഭയങ്കര ചെറിയ വണ്ടിയാണല്ലോ, ഓഡിയാണ്. Audi RS3 ഹാച്ച് ബാക്കാണ്. ഒന്നും കൂടെ ചെറിയ വണ്ടിയാണിത്. സ്കെയിലൊന്നും കൂടെ ചെറുതാണെന്നാണ്, പക്ഷേ ഡീറ്റെയിൽസൊക്കെ സൂപ്പറായിട്ടുണ്ട്. വീൽസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പുൾ ബാക്കല്ല, കൊള്ളാം. അടുത്തത് അടുത്ത സുബറു ഉണ്ടല്ലോ. യെസ്, ഈ സെയിം കാസ്റ്റിംഗ് എൻ്റെ ഓൾറെഡി ഉണ്ട്. WRX STI, അതെവിടെ എടുക്കട്ടെ. യെസ്, രണ്ട് സെയിം വണ്ടിയാണ്. കമ്പനി വ്യത്യാസമുണ്ട്. ഇല്ല, രണ്ടും കിങ് സ്മാർട്ട് തന്നെയാണ്. നമുക്ക് രണ്ട് റാലി STIs കിട്ടി. ഇത് 2007. യെസ്, 2007 ഹോക്കായി ആണിത്.
ഹോക്കായി എന്നാണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. കൊള്ളാം. അടുത്തത് ഏതാ? അടുത്തതും ഓഡിയാണ്. സെയിം RS3യുടെ ഓഡി A4. പുൾ ബാക്ക് അല്ല, കുഴപ്പമില്ല, ഡീസൻറ്റ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഡോർ തുറക്കാൻ പറ്റില്ല. അടുത്തത് SUV ആണെന്നാണോ? യെസ്, ഇത് M ക്ലാസ് ആണ്. ML ക്ലാസ്, ML350. ഡോർ തുറക്കാം. അകത്തൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും അത്ര പോരാ. ഇതും കിങ് സ്മാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഓക്കെ, അടുത്തത് ഇതിൽ 30 എന്തോ ഉണ്ട്. ഇത് ചെറിയ വണ്ടി ഉണ്ടല്ലോ, കൊള്ളാം. BMW M2. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ് ആണല്ലോ. ഇത് പഴയതാണിത്, ഞാൻ കണ്ടിട്ടില്ല. ഇത് 2016 BMW M2 സൂപ്പർ കാസ്റ്റിംഗ്. മെയിൻ ലൈനാണ്, എന്നാലും ഹെഡ്ലൈറ്റിലും ടെയിൽ ലൈറ്റിലൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. അതാണ് എനിക്കിഷ്ടമാണ്. അടുത്തതൊരു ഡബിൾ റാപ്പാണ്. യെസ്, ഇത് Audi TT അല്ലേ? ഇത് Audi TT. യെസ്, Audi TT RS. ഫുൾ ബാക്ക് അല്ല. നമ്മൾ കണ്ട പോലെ കൂടുതലും ജർമ്മൻ വണ്ടികളാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സീറ്റ് കാണാൻ നല്ല രസം. പിന്നെ ഹെഡ്ലൈറ്റും പോട്ടെ, സ്റ്റിയറിംഗ് വീലും ഈവൻ ഗിയർ നോബ് വരെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇത് SUV ആണെന്ന്. യെസ്, പുള്ളിക്ക് ഓഡിയുടെ പ്രാന്താന്ന് തോന്നുന്നു. കൂടുതലും ഓഡിയുടെ വണ്ടികളാണ് നമ്മൾ കാണുന്നത്. ഇത് വെല്ലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ Q7. പൊടിയൊക്കെ ഉണ്ട്, കൊള്ളാം. ഫുൾ ബാക്ക് അല്ല. ഓക്കെ, ബ്ലാക്ക് കളർ ഡോർ. ഡോർ തുറക്കാമല്ല. അകത്തെല്ലാം ഇതിൻ്റെയും സ്റ്റിയറിംഗ് വീലും ഗിയർ നോബും സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളിതുവരെ കിട്ടിയ 3 SUVയും ബ്ലാക്ക് കളറാണ്. അടുത്ത ബ്ലാക്ക് വണ്ടി. മൈ ഗാഡ്, ഗോൾഫ് GTI. സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ഗോൾഫ് GTI. ഈ ജനറേഷൻ ഇത് എനിക്ക് തോന്നുന്നു 2015 കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അടിപൊളി. ഇതിൻ്റെ ടയർ അത്ര പോരാ, പക്ഷേ ഫ്രണ്ടൊക്കെ കൊള്ളാം. അടുത്തത് നോക്കട്ടെ. യെസ്, ഒരു വെള്ള വണ്ടിയാണ്. BMW ആണല്ലോ. യെസ്, BMW M3 കൂപ്പേ. ഡോർ തുറക്കാം. ഫുൾ ബാക്കാണ്. കിങ് സ്മാർട്ട് സെയിം ബ്രാൻഡാണ്. 1:36 ആണ് ഇതിൻ്റെ സ്കെയില്. മേളിലോ ഇത് റൂഫ് കൊള്ളാം. കാർബൺ ഫൈബർ ഫിനിഷ് ഉണ്ട്. ബാക്കിലും ഡീറ്റെയിൽസൊക്കെ കൊള്ളാം. ഓക്കെ, ഇനി അടുത്തത് ഏതാ? എടുത്തിട്ടും തീരുന്നില്ല. യെസ്, പോർഷെ കൈനാണ്. പോർഷെ കൈൻ ഇതും ഒന്നും കൂടെ ചെറിയ സ്കെയിലാണ്. പോർഷെ കൈൻ ടർബോ S. ബ്രാൻഡൊന്നും വ്യക്തമല്ല. ഏലും ഡീറ്റെയിൽസൊക്കെ കൊള്ളാം. വീലും തിരക്കേടില്ല. ബാക്കിലും കുഴപ്പമില്ല. ഡോർ തുറക്കാൻ പറ്റില്ല.
അടുത്തത് ഡബിൾ പാക്കാണ്. ഒന്നും കൂടെ വലിയ വണ്ടികളാണ് ഇതെല്ലാം. നൈസ് റാപ്പിംഗ് ഉണ്ട്. മെർസിഡസ് CLK അല്ല CLS 63 V8 ടർബോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാം. AMG ആണ്. CLS 63 AMG. ഡോറൊക്കെ തുറക്കാം. പുൾ ബാക്കാണ്. ബ്രാൻഡൊന്നും വ്യക്തമല്ല. ഏതായാലും കാസ്റ്റിംഗ് കൊള്ളാം. നൈസ് ഡീറ്റെയിൽസ് ഉണ്ട്. സൺറൂഫും ഉണ്ട്. ഓക്കെ. അടുത്തതും BMW ആണ്. മഞ്ഞ കളർ BMW M4. ഡോർ തുറക്കാം. യെസ്, M4 ഫുൾ ബാക്കാണ്. ബാക്കിലേക്ക് ഡീറ്റെയിൽസ് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. അയ്യോ, ഇത് ഏതോ ഒരു വണ്ടിയുടെ സ്പോയിലർ ഊരിപ്പോന്നല്ല. ഇത് ഓഡി TTയുടെ ആണ്. ഓ സോറി ബഡി. തിരിച്ചു വെച്ചേക്കട്ടെ, എനിക്ക് പിന്നെ അത് കിട്ടില്ല. സ്പോയിലർ കൂടെ വന്നപ്പോൾ ഒരു ചന്തമുണ്ട്. നൈസ്. അടുത്തത് മറ്റേ മജീഷ്യൻ തൊപ്പിന്ന് സാധനങ്ങൾ എടുക്കണ പോലെ എടുത്തിട്ടും തീരുന്നില്ല. യെസ്, അടുത്ത റേഞ്ച് റോവറാണ്. റേഞ്ച് റോവർ ഇതൊന്നും കൂടെ പുതിയ മോഡലാണല്ലോ. യെസ്, വെല്ലീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. പുൾ ബാക്കാണ്. ഡോറ് യെസ്, ഡോറും തുറക്കാം. ഇതിൻ്റെ ഫുൾ ഡോറ് തുറക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വണ്ടികളുടെയൊക്കെ പകുതിയെ തുറക്കുള്ളായിരുന്നു. ഇത് പക്ഷേ ആക്ച്വൽ വണ്ടിയുടെ പോലെ തന്നെ പാനറോമിക് സൺറൂഫൊക്കെ ഉണ്ട്. ഡീറ്റെയിലൊക്കെ കൊള്ളാം. വീൽസ് നന്നായിട്ടുണ്ട്. ഇതും ബ്ലാക്കാണ്. ഇതുവരെ നമുക്ക് 4 ബ്ലാക്ക് SUVs കിട്ടി. ആയാലും കൊള്ളാം. നമുക്ക് ഫോട്ടോഷൂട്ടിൽ എല്ലാ ബ്ലാക്ക് SUVs കൂടെ വരുമ്പോൾ അടിപൊളിയാവും. പിന്നെയും ബ്ലാക്ക്. ഓ മൈ ഗോഡ്. യെസ്, ദിസ് ഈസ് ദ E400. മെർസിഡീസ് ബെൻസ് E400. വെല്ലീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. പുൾ ബാക്ക് ഉണ്ട്. ഡോറ് യെസ്, യു ക്യാൻ ഓപ്പൺ ദ ഡോർ. സ്റ്റിയറിംഗും എല്ലാം കാണാം. അടുത്ത ബ്ലാക്ക് വണ്ടി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടി. എന്നാലും അടുത്ത വണ്ടി എടുക്കാം. മഹേഷ്. ജാമ്പവൻ വണ്ടിയാണല്ലോ. പഴയ ഫിയറ്റാണ്. ഇത് BMW ആണ്. BMW വണ്ടിയുടെ പേരുണ്ടാ. BMW 1602 ഏതാണോ? പഴയ BMW ആണ്. കുഴപ്പമില്ല. ഒരു വിൻറ്റേജ് പെൻസിൽ ടയേഴ്സാണ്. സൈഡിൽ നിന്ന് കാണാൻ അത്ര ഭംഗിയുള്ള. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് പോയോ. ടയറൊക്കെ ഊരിപ്പോരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നീല BMW ആണ്. യെസ്, BMW നീല കളർ 5 സീരീസ് ആണെന്നാണ്. യെസ്, ദിസ് ഇസ് ദ M5. ഫുൾ ബാക്കാണ്. നല്ല പവറുള്ള ഫുൾ ബാക്കാണ്. ഒരു ഡോർ ഒരു പ്രത്യേക ടൈപ്പ് ഓപ്പണിംഗ് ആണല്ലോ. കൊള്ളാം. അകത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. കളറൊരു പ്രത്യേക കളറ്. ഡൈകാസ്റ്റ് വണ്ടികളിലൊന്നും കാണാത്ത ടൈപ്പ് ഒരു കളറാണിത്. ഏതായാലും ഡീറ്റെയിൽസൊക്കെ കൊള്ളാം. നല്ല ഫിനിഷിംഗ് ഉണ്ട്. സൺറൂഫൊന്നുമില്ല. വീൽസും
ഡിസൈൻ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. ബാക്കിൽ എക്സോസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ കൊള്ളാം. ഓക്കെ, അടുത്തത് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. C4 BMW C4 ഇതൊന്നും കൂടെ ചെറിയ സ്കെയിലാണ്. നല്ല മഞ്ഞ കളർ. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷോക്കാണ്. ബാക്കിലൊന്നും കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. മൊത്തത്തിലൊരു ഫിനിഷിങ് കുറവാണ്. കുഴപ്പമില്ല, ഇരിക്കട്ടെ. അടുത്തത് ഒരു SUV ആണ്. വീണ്ടും ഒരു ബ്ലാക്ക് SUV. സോറി ഗൈസ്, ഇടയ്ക്ക് പറയണത്. ഓക്കെ. ഇതിൻ്റെയും ഡോറ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഡീറ്റെയിലാണ്. ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ ഫിനിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സിൽവർ ശരിക്കുള്ള വണ്ടിയുടെ പോലെ. സൺറൂഫ് ഉണ്ട്, കൊള്ളാം. പിന്നെ ടയർ ഇത്തിരി ഈർക്കിലിയാണെന്ന് മാത്രം. അലോയ്സ് അല്ല, ഈ വീൽസിൻ്റെ ഡിസൈൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഏതായാലും G63 അല്ലേ? യെസ്, G500 ആണിത്. ഓക്കെ, ഏതായാലും മെർസിഡീസിൻ്റെ ക്ലാസിക് വണ്ടിയാണ്. അത് കളക്ഷനിൽ ഇരിക്കട്ടെ. അടുത്തത് വെള്ള BMW ആണ്. ദിസ് ഇസ് ദ M2 നമുക്ക് കിട്ടിയത് M4 ആയിരുന്നു തോന്നുന്നു. M സീരീസ് എല്ലാം ഉണ്ട്. ഫുൾ ബാക്കാണ്, നല്ല പവറുള്ള ഫുൾ ബാക്ക്. ഡീറ്റെയിൽസൊക്കെ കൊള്ളാം, തിരക്കേടില്ല. ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ LED പോലത്തെ അകത്തെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. പക്ഷെ ഗ്രില്ലിൻ്റെ പെയിൻ്റൊക്കെ ഇവിടെ സ്പ്രെഡായിരിക്കുകയാണ്. ഇത്തിരി ഷോക്കായിപ്പോയി. ഡോറ് തുറക്കാൻ പറ്റും. അകത്തെ ഡീറ്റെയിൽസൊക്കെ കാണാം. ഓക്കെ, ഡോറടയാണല്ലോ, ഒടിഞ്ഞു പോകില്ല. ശരിക്കും BMW ഉള്ള ഒരു വീൽ ഡിസൈനാണെന്ന് തോന്നുന്നത്. കണ്ടത് നല്ല ഓർമ്മ. ഓക്കെ, ഇനി അടുത്ത വണ്ടിയിലോട്ട് പോവാം. വീണ്ടും ബ്ലാക്ക് SUV. ദിസ് ഇസ് an X6M. പക്ഷെ ഡീറ്റെയിൽ പോരാ. ഒരുപാട് എക്സോസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഫ്രണ്ടിൽ വലിയ കുഴപ്പമില്ല. ബ്ലാക്ക് X6M കുറച്ച് പൊടി പിടിച്ചിരിക്കുകയാണ്. ഷോർട്സ് എടുക്കുന്നതിന് മുമ്പ് എല്ലാം വൃത്തിയാക്കുന്നതായിരിക്കും. അടുത്തത് വീണ്ടും ഒരു കറുത്ത വണ്ടി, BMW M550i. ഇത് നല്ല ഡീറ്റെയിൽസൊക്കെ സൂപ്പറാണ്. ഒന്നും കൂടെ പുതിയ കാസ്റ്റിംഗ് ആണെന്നാണ്. ഓവറെല്ലാം തുറക്കാം. ഫുൾ ബാക്ക് ഉണ്ട്. ബ്രാൻഡ് വ്യക്തമല്ല. ഈ വീലും കൂടെ ഒരു നല്ല വീലായിരുന്നെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായതിനെ. വീലിൻ്റെ ഡിസൈൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാൻ ജാടയായിട്ടുണ്ട്. ഓക്കെ, ബാക്കൊക്കെ കൊള്ളാം. ഏതാ ചെറിയ വണ്ടി? പോഷ ആദ്യമായിട്ടാണ് പോഷ വരുന്നത്. ഇത് 1:2 ഒന്നും കൂടെ ചെറിയ സ്കെയിലാണ്. പോഷ 911 ടർബോ. എനിക്ക് ഈ ജനറേഷൻ 911 ഭയങ്കര ഇഷ്ടമാണ്. ഡോർ തുറക്കാൻ പറ്റില്ല. ഫുൾ ബാക്കൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, ഡീസൻറ്റ് കാസ്റ്റിംഗ്. ബാക്കിന് ഇത്തിരി ഷോക്കായിപ്പോയി. ഓക്കെ, പിന്നെ 3 വണ്ടിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹീൽസ് ഭയങ്കരമായിട്ട് 760Li BMW 7 സീരീസാണ്.
സൂപ്പർ കാസ്റ്റിംഗ്. ഡോറ് തുറക്കാം. വീൽസ്, നല്ല വീൽസ് വന്നപ്പോൾ തന്നെ കാസ്റ്റിങ്ങിൻ്റെ ഫിനിഷിങ് ഭയങ്കരമായിട്ട് മാറി. ലുക്ക് തന്നെ. ഓക്കെ. പക്ഷെ ടെയിൽ ലൈറ്റിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൊടുക്കായിരുന്നു. എന്ന് വെച്ചാൽ ഹെഡ് ലൈറ്റിൽ അവർ LED അകത്തെ സെനോൺ HID ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോങ് വീൽ ബേസാണ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ബാക്കിലെ ഡോറിൻ്റെ നീളം കാണുമ്പോൾ അറിയാം. 7 സീരീസ്. ഓക്കെ. കളറും കൊള്ളാം. സെക്കൻഡ് ലാസ്റ്റ് വണ്ടി ഇതൊരു ലാൻസർ ആയിരുന്നു. ഫോട്ടോയിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇത് ലാൻസ് റെവല്യൂഷൻ X 2008 ലാൻസ് റെവല്യൂഷൻ X ആണ്. കൊള്ളാം. ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ്. എനിക്ക് പക്ഷേ ഈ ജനറേഷൻ ലാൻസർ എനിക്ക് അത്ര താല്പര്യമില്ല. എന്തായാലും കൊള്ളാം. ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇതാന്ന് തോന്നുന്നു കിട്ടിയതിൽ ആകെയുള്ള റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി. അല്ലല്ല, WRX റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. ഓക്കെ. എനിവേ, സ്പോയിലർ കൊള്ളാം. ബാക്കിൽ നിന്ന് കാണാൻ ഒരു രസമുണ്ട്. വീൽസ് പോരാ. ഫ്രണ്ടിൽ നിന്ന് കാണാനും ഡീറ്റെയിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. ഏതാ ലാസ്റ്റ് അവസാനത്തെ വണ്ടി? ഒരു ചുമന്ന SUV ഫൈനലി BMW X5. ഇപ്പോൾ കൊള്ളാം. ഇത് പക്ഷേ പഴയ കാസ്റ്റിംഗ് ആണ്, അത്ര ഫിനിഷിങ്ങും ഇല്ല. പുള്ളി പണ്ട് മേടിച്ചതാന്ന് തോന്നുന്നു. എനിവേ കൊള്ളാം. ഡോറൊക്കെ തുറക്കാം. അകത്തെ ഡീറ്റെയിലൊക്കെ ഇത്തിരി ഷോക്കാണ്. പറഞ്ഞ പോലെ പഴയ കാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ നിന്ന് കാണാനൊക്കെ ആവറേജ്. ഓക്കെ. ഇങ്ങനെ എല്ലാ വണ്ടികളും ആയി. ഒരു വണ്ടി കൂടെ ഉണ്ട്. കവർക്കാലി ഓഡി ടിയുടെ കൂപ്പയാണ്. എനിക്കിതിൻ്റെ തന്നെ കൺവെർട്ടബിൾ കിട്ടി. ഒരു വശം ഒന്നും കൂടെ പഴയ ജനറേഷനാണ്. ഇതിൻ്റെ സ്പോയിലർ പിന്നെയും പോകുന്നല്ല. സ്പോയിലർ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ. ഇത് രണ്ടും സെയിം, സ്കെയിൽ സെയിമാണ് ഇത് രണ്ടിൻ്റെയും. ഇത് പുതിയതും ഇത് പഴയതും. വൈറ്റ് ഓഡി TTRS. കുഴപ്പമില്ല. വീൽസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഡീറ്റെയിൽസും ആവറേജ്. ഡോർ തുറക്കാൻ പറ്റില്ല. ഓക്കെ. ഇങ്ങനെ എല്ലാ വണ്ടികളുമായി. എല്ലാം കൂടെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണിപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ വണ്ടികൾ. 30 വണ്ടി എന്തുകൊണ്ട്. ഇതിൻ്റെയൊക്കെ ഇനി ഷോർട്സ് വരുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഹോട്ട് ഹിൽസ് ഭ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക് യു.